ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൂടി ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രീജിത്ത്, പ്ലീസ്. ശ്രീജിത്ത് കടക്കലിൽ നിന്നാണ് വരുന്നത്. പിന്നെ ശ്രീജിത്തിനെ പറ്റി ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാത്സില് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുന്നു. മിമിക്രിയാണ് ഏറ്റവും വലിയ പാഷൻ. ഓക്കെ, എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? ഞാൻ കുറച്ച് ഫിലിം സ്റ്റാർസ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ചെയ്യുന്നത് ഇവിടെ. ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വിനായകന്റെ ശബ്ദാനുകരിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. കിഷടാ, ഞാനാടാ, ഗംഗേടാ, വെറുതെ വിളിച്ചേടാ അവാർഡ് കിട്ടിയ വെറുതെ വിളിച്ചേടാ. പിന്നെ ഇത് ജനങ്ങളുടെ അവാർഡാണ്. ഇത് എന്നെ സ്നേഹിച്ചെന്റെ പ്രേക്ഷകരുടെ അവാർഡാണ്. അവാർഡ് കിട്ടിയപ്പോ എന്നെ ലാലേട്ടൻ വിളിച്ചു, മുഖ്യമന്ത്രി വിളിച്ചു. ലാലേട്ടൻ വിളിച്ചപ്പോ ഞാൻ ഹാപ്പിയാണ്. മുഖ്യമന്ത്രി വിളിച്ചപ്പോ സത്യം പറഞ്ഞ പേടിയായി. ശ്രീജിത്ത്, നമ്മുടെ കോമഡി സ്റ്റാർസിൽ തന്നെ ഒരു അംഗമായിരുന്നു നമ്മുടെ നോവിയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടു. സോ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ശ്രമം നടത്താം. ഓക്കെ. അച്ഛൻ മരിച്ചണ്ട അണ്ടാ എത്തോട് കയറൂടാ 6 മണിക്കാ ഇടത് വരുമ്പോഴേ ഒരു 24 കളർ ടീമിന്റെ മൂട്ടിക്കുത്ത് ഒരു പിള്ളേ കൂടെ കൊണ്ടുവരേടാ. എടാ ചുമ്മാനാടോ ബൂത്തിലാണ് ഇവരുടെ സെല്ലപ്പെടുത്തി. ഇനി ഏതാ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ നമുക്ക് ഫെമിലിയറായി നമ്മുടെ അലൻ സിയർ. അത് നമ്മുടെ സൗബിൻ ചേട്ടനും അലൻ സിയറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ അതിനകത്ത്. ഓക്കെ. ബേബി ചേട്ടാ, നമ്മുടെ മഹേഷിന്റെ തല്ലിയൊരു ഏത് അഭ്യുദയകാംക്ഷയിലും നല്ല താങ്ക് ബേബി ചേട്ടാ. ദൈവമുണ്ട് ബേബി ചേട്ടാ, ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനെ ഒരു പരിപാടിയില്ല. ഉണ്ടെങ്കിൽ നിന്നെപ്പോലൊരു നന്ദിയില്ലാത്ത പട്ടി ഇവിടെ ജോലിക്ക് വെക്കൂ. എന്താ ബേബി ചേട്ടാ, ഒരു വരും മറ്റേ അടുത്തവർ തന്നെ പറയണം. എടാ, നീ എന്റെ മോൾ സോണതമ്മി എന്നോടും കുൽഫിയാടാ. ഇനി നിന്നെ അവൾ ഒരുമിച്ച് കട്ടപ്പര കിട്ടാറുണ്ടല്ലോ, കണ്ടേ കുത്തിപ്പൊട്ടിക്കും. ഏറപ്പേ മതി നിർത്തി. താങ്ക് യു സോ മച്ച് ശ്രീജിത്ത്. ഇനി നമ്മുടെ സിനിമാ മേഖലയ്ക്ക് അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് പൊളിറ്റിക്സിൽ ആരെങ്കിലും ഒന്ന് ചെയ്ത് കേൾക്കാനായിട്ട് പറ്റുമോ? കളകളം ഒഴുകും ഒരു അരുവിയിൽ ഒരു പുളകം. ഈ ടങ് സ്ലിപ്പ് ആവുന്ന സംഭവം നമ്മുടെ ഉമ്മൻചാണ്ടി സാറും പിണറായി സാറും VS സാറും വെറുതെ ഒരു തമാശയ്ക്ക് ഒരു പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാല്. കളകളം ഒഴുക്കിയെന്നാ പറയുന്നത്. ആരൊഴുക്കിയെന്നാ പറയുന്നത്? ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഈ അരുവികളെ എല്ലാം നീർച്ചാലുകളാക്കി മാറ്റാനുള്ള പദ്ധതി കൊണ്ടുവരുന്നതായിരിക്കും. ഒന്ന് പറഞ്ഞു നോക്കാം. പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞു വരാം. താങ്ക് യു. ഇനി ആരാ ഇനി ഇതേ സംഭവം പറയാൻ പോകുന്നത് പിണറായി സാറാണ്. പിണറായി സഖാവാണ്. ഓക്കെ. ഞങ്ങള് LDF-കാർക്ക് നീട്ടിപ്പിടിച്ച കത്തിയുടെ മുന്നിലൂടെ ഞങ്ങള് നടന്നിട്ടുണ്ട്. അല്ല സാറേ, സംഭവം പറഞ്ഞില്ല. ഇതെനിക്ക് സിമ്പിളാണ്. ഇനി അച്യുതാനന്ദൻ സാറ്. അച്യുതാനന്ദൻ സാർ. അല്ല സാറേ, ഇത് പെട്ടെന്ന് പറയാനുള്ള ഒരു സംഗതിയാണ് സാറേ. ഇത് സ്ലോയിൽ പറഞ്ഞാലും പെട്ടെന്ന് അടല്ലേ. പരിപാടി തീർന്നു. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷം. ഇനി എന്താ ശ്രീജിത്തിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇനി വലിയൊരു ട്യൂഷൻ സെന്റർ ആണ്, എന്താ മനസ്സിലുള്ളത്? അധ്യാപനം എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ട്യൂഷൻ എടുക്കുന്നത് ഈ പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ്. ശ്രീജിത്തിന് 12 വയസ്സ് മുതലാണ് ഈ ഒരു മസിൽ വീക്കനിങ് അല്ലേ? മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയും. അത് മസിൽ വീക്ക്നെസ് ആണ്. ഒരു 12 വയസ്സിന് ശേഷം പ്രോഗ്രസിംഗ് ആണ്. പതുക്കെ വീക്ക്നെസ് കൂടുന്നൊരവസ്ഥയാണ്. ശ്രീജിത്ത് ഇവിടെ വന്ന് ഇതേപോലെ പെർഫോം ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ശ്രീജിത്ത് ഒരു പ്രചോദനമാവുകയാണ്. അതെ സാർ, ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനെ മടിച്ചൊക്കെ നിന്നൊരവസ്ഥയായിരുന്നു. ഒരിക്കലും വേണ്ട. കാരണം വെച്ചാൽ ഇവിടെ ശ്രീജിത്ത് അവതരിപ്പിച്ചപ്പോ ശ്രീജിത്തിന്റെ ശാരീരികമായിട്ടുള്ള പരിമിതികൾ കണക്കിലെടുത്തല്ല ഞങ്ങൾ കൈയടിച്ചത്. ശ്രീജിത്തിൽ ഒരു വലിയ കലാകാരനുണ്ട്. താങ്ക് യു സാർ. ആ കലാകാരൻ ഇവിടെ വന്ന് ഇതേപോലെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക്
സഹാനുഭൂതി അല്ല, ഞങ്ങൾക്കൊക്കെ മനസ്സിലുള്ളത് അഭിമാനമാണ്. താങ്ക് യു സാർ, താങ്ക് യു. ജഗദീഷയുടെ മൊത്തം ഇമോഷണൽ ആണ്. ബിക്കോസ് ടീച്ചേഴ്സ് തമ്മിൽ കാണുമ്പോഴത്തേക്കും ദർ ഇസ് എ ബോണ്ടിങ്. ഒരുപാട് സന്തോഷം തോന്നി സാറിനെ നേരിട്ട് കണ്ടപ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശ്രീജിത്തിന് ഒരു വലിയ കൈയടി കൊടുത്തേ. താങ്ക് യു.